പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് രഞ്ജിത, ഇതെൻ്റെ ഭർത്താവ് സന്ദീപ്, ഇതെൻ്റെ കുട്ടി വിഹാൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 19/12/2023 ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ ഭർത്താവ് മുഖേനയാണ്. അപ്പോൾ ഭർത്താവിന് ബ്ലോക്കിലാണ് ജോലി. അപ്പോൾ അവിടുത്തെ സാറുമാർ പത്രം നൽകുകയും അതിനെപ്പറ്റി അറിയുകയും ഞാൻ പിന്നെ അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിനെ ലഭിക്കണം, അതുപോലെ തന്നെ ബാക്ക് പെയിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഇവിടെ വരാനുള്ള കാരണം. അപ്പോഴേക്കുമാണ് ഞാൻ കൺസീവാണെന്ന് അറിയുന്നത്. അപ്പോൾ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ നല്ലൊരു വാർത്തയായി എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വന്നു. 18-ാം തീയതി വൈകുന്നേരം വന്നു, 19-ാം തീയതി പുലർച്ചെ തന്നെ ഇവിടെ എത്തി. ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് തീരെ വയ്യ, വയറുവേദന, നടുവേദന, ബ്ലീഡിങ്, അങ്ങനെ കുറേ ഇഷ്യൂസായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമുണ്ടാവില്ല, ചെറിയ രീതിയിലൊക്കെ സ്പോട്ടിങ് അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇവിടെ ഉടമ്പടി ക്ലാസ്സിൽ കയറി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ശരി, ഞാൻ എന്തായാലും ഇത് ഉടമ്പടിയിൽ വന്നതല്ലേ, ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കും. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഉടമ്പടി എടുത്തു. ഇവിടുന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടു. അതിന് ശേഷം ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഭർത്താവിന് ഉള്ള വിശ്വാസമൊക്കെ പോയി. ഇവിടെ വന്നില്ലേ, എന്നിട്ടും നിനക്ക് ഇത്ര ബ്ലീഡിങ്ങും കാര്യങ്ങളും കുട്ടീനെ ഉള്ളതും പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. അതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു. ഫുള്ള് പോകുന്ന വഴിയിൽ ഫുള്ള് വൊമിറ്റിങ്ങും ബാക്ക് പെയിനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടി നേരെ പോകുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നത് ഇവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിൽ പോകൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് ഇച്ചിരി കണ്ടീഷൻ മോശമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് എക്ടോപിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പിറ്റേ ദിവസം അത് സ്കാൻ ചെയ്തു. അപ്പോൾ എക്ടോപിക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്ക് സർജറി, ഒരു ട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ എല്ലാവരും പല രീതിയിലും കുറ്റപ്പെടുത്തി, ഇവിടെ വന്നിട്ടായിരിക്കും പോയത്, അങ്ങനെ പല വിമർശനങ്ങളും ഞാൻ നേരിട്ടിരുന്നു. എന്നാലും അതിലൊന്നും ഞാൻ തളർന്നില്ല. ഞാൻ പ്രാർത്ഥനയും മുന്നോട്ട് പോയി. എന്തായാലും ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു, ഇനിയും മുന്നോട്ട് തന്നെ ജീവിക്കും, അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. അതിന് ശേഷം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവൃത്തികളും ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. എനിക്കിതിലൊന്നും നല്ല രീതിയിലൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനേക്കാളും ഉപരി എനിക്കിതിൽ കൂടുതൽ ഈശോനോടും മാതാവിനോടും അടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാനൊരു ക്രിസ്ത്യൻ കോളേജിലും സ്കൂളിലും ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അതിന് ശേഷം ഞാൻ പിന്നെ എനിക്കിങ്ങോട്ട് വരണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 8/5/2024 പിന്നെയും എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയതിൽ ഒരു കാര്യം മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ, എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ വെച്ചിരുന്നുള്ളൂ. പരിശുദ്ധാത്മാവിനെ നൽകി എന്നെ ശക്തീകരിക്കണം. ആദ്യം എനിക്കൊരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കാനും അതിനുള്ള ആത്മധൈര്യം എനിക്ക് നൽകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ബാക്കിയൊന്നും നിയോഗങ്ങളായി വെച്ചില്ല. അപ്പോൾ ഒരു കുഞ്ഞ് വേണം എന്നുള്ള ഒരാഗ്രഹവും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെച്ചു. അതിന് ശേഷം ഞാൻ 3 മാസം നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രേക്ഷിത പ്രേലകളും പത്രങ്ങളെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് ഞാൻ ലാബിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന വഴിയിൽ ഒരു ചാപ്പലിൽ കയറാനിടയായി. അവിടെ നിന്ന് ഒരു ബണ്ടിൽ പത്രം അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം നല്ല രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് പകരമായി തന്നെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുവാനായിട്ട് ഈശോനെ കൊടുക്കാനായിട്ടും എനിക്ക് സാധിച്ചു.
അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോൾ അവർക്കൊക്കെ GPay ചെയ്ത് കൊടുക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നടന്നത്. അതിന് ശേഷം ഉടമ്പടി എടുത്തു. 3 മാസം ആവാനായപ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് ആഗസ്റ്റ് 8 ആകുമ്പോൾ ഉടമ്പടി കംപ്ലീറ്റ് ആവും, അതിന് മുന്നും എനിക്കൊരു സന്തോഷ വാർത്ത കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ കൺസീവാണ് എന്നുള്ളൊരു സന്തോഷ വാർത്ത അറിയുന്നത്. അവർക്ക് മൂത്ത മകന് 7 വയസ്സുണ്ട്, രണ്ടാമത്തെ കുട്ടി അപ്പോൾ കൺസീവായി. അപ്പോൾ വളരെ സന്തോഷമായി. ഇപ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായ പോലെ തന്നെയായി. എനിക്ക് ആ ഒരു വാർത്ത കേട്ടപ്പോൾ അവർക്കെങ്കിലും ആയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഇരുന്നു. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പീരിയഡ്സിൻ്റെ ടൈം ആവാറായിരുന്നു. അപ്പോൾ എനിക്ക് ശക്തമായ വയറുവേദനയും ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് പോലെയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനുള്ള പ്രിക്കോഷൻസൊക്കെ വാങ്ങി വെച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ എന്തായാലും ഞാനാവും എന്നുള്ള വിചാരത്തിൽ ഞാനെല്ലാം ഇരിക്കുകയാണ്. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ട്, വയറുവേദനയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രിയിൽ എനിക്കൊരു ദർശനം ഉണ്ടായി. മാതാവിൻ്റെ ഒരു 2:57 സമയമായിരുന്നു ആ പുലർച്ചെ. അപ്പോൾ മാതാവിന് എൻ്റെ അച്ഛനുണ്ട്, അച്ഛന് വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന കാശുരൂപം അപ്പോഴും ഉണ്ട് എൻ്റെ മാലയിൽ. അപ്പോൾ എൻ്റെ മാതാവെ രക്ഷിക്കണേ, ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉണരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് മാതാവ് പറയുകയാണ്, ഞാൻ പ്രഗ്നൻസി കാർഡ് വെച്ചിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടാണ് വെച്ചത്, ഇത് ഞാൻ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് എന്നുള്ള റിസൾട്ടാണെങ്കിൽ മാത്രം ഞാനിത് എടുക്കുകയുള്ളൂ, നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു കാർഡ് ഞാൻ ഉപയോഗിക്കില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ നോക്കി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആദ്യം തന്നെ, അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ഇത് നോക്ക് നമുക്ക് പോസിറ്റീവായി. അപ്പോൾ ഹസ്ബൻഡിന് വിശ്വാസമൊന്നും ആയില്ല, കാരണം ആദ്യം ഒരു അനുഭവം നമുക്കുണ്ടായതുകൊണ്ട് ഹസ്ബൻഡ് പേടിയായിരുന്നു, ഇത് എക്ടോപിക് തന്നെയായിരിക്കും. കാരണം ആ സമയത്ത് എനിക്ക് നല്ല വയറുവേദനയും ഭയങ്കര ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പീരിയഡ്സ് ആവിൻ്റെ തലേദിവസമാണ് ഇതിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നോക്കിയപ്പോൾ പോസിറ്റീവ് ആയെങ്കിലും ആ ഒരു സന്തോഷമൊന്നും ഹസ്ബൻഡിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. എന്നാലും ഞാൻ വിശ്വസിച്ചു, ഇത് എനിക്ക് എന്തായാലും ഉറപ്പായിട്ടും മാതാവ് എനിക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ എനിക്കൊരു ദൈവം തന്ന ഒരു കുഞ്ഞാണ് ഈ വിഹാൻ. പിന്നെ അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് മുന്നേറാനായിട്ട് പറ്റി. ഏത് കാര്യങ്ങളാണെങ്കിലും, നമുക്ക് ചെറിയ കാര്യമായാലും വലിയ കാര്യമാണെങ്കിലും, ഞാൻ ഏത് കാര്യമാണെങ്കിലും ബൈബിളെടുത്ത് വചനം വായിക്കും. അതിലൂടെ ഈശോ എന്നോട് സംസാരിക്കാറുണ്ട് പലപ്പോഴും. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങണം എന്നുണ്ടായിരുന്നു. അതൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഡിസംബർ 7-ാം തീയതി തന്നെ മാതാവ് ആ ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് അനുഗ്രഹിച്ചു. ആ സ്ഥലം കാണാനായിട്ട് പോകാൻ പറ്റി. അതിന് മുന്നേ ഇതിനൊരു സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു, ഈ ഒരു സ്ഥലം വാങ്ങുന്നതിനെക്കുറിച്ച്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണെന്ന്. അതേപോലൊരു സ്ഥലം തന്നെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റി. അത് മാതാവ് തന്നു തന്നെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ ഉടമ്പടിയിൽ ജീവിക്കും, തുടർന്ന് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനെ അമ്മയും ഈശോയും അനുഗ്രഹിക്കണം. ഒരിക്കൽ കൂടി ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, കാലിടറാതെ ഞാൻ സംരക്ഷിക്കും. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക്, പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും കണ്ണീരോടെയാണ് ഈ സന്നിധിയിലെത്തുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് നമ്മളെ തിരികെ വിടുന്നത്. വരണ്ട മരുഭൂമിയിലേക്കും
മരുഭൂമിയിൽ നിന്ന് ജലസ്രോതസ്സുകളുടെ അരികിലേക്കും ജീവനും ആശ്വാസവും ലഭിക്കുന്നിടത്തേക്കാണ് ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ച് നടത്തുന്നത്. ഇടറാതെ നേരായ വഴിയിലൂടെ നയിക്കാനും സുരക്ഷിതമായി വഴിയിലൂടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുവാനും ദൈവം നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. കൃപാസനത്തിൽ കണ്ണീരോടെ വരുന്ന മക്കളെ അമ്മ സ്വീകരിക്കുന്നു. അവരുടെ അപേക്ഷകൾ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. വരണ്ട ജീവിതത്തിൽ നിന്ന് കൃപയുടെ ഉറവിടത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ആത്മീയ വഴിതെറ്റലിൽ നിന്നും നേരായ വഴിയിലേക്കാണ് തിരികെ നമ്മെ കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് രഞ്ജിത സന്ദീപ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. വരണ്ട ഒരു ജീവിതത്തിൽ നിന്നും നേരായ വഴിയിലേക്ക് നയിച്ച ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം. ആദ്യമായിട്ട് ഈ മകൾ ഇവിടെ വന്നപ്പോൾ ഈശോയും അമ്മയെപ്പറ്റി അധികം അറിയില്ലായിരുന്നു. ഹസ്ബൻഡ് ഇവിടെ നിന്നും ഒരു പത്രം ലഭിച്ചു. അങ്ങനെയാണ് ഇവർ ഈശോയും അമ്മയെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചതും പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയത്. ഇവരാദ്യം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത ഉടനെ ഇവിടെ വന്നപ്പോൾ ആൾ കൺസീവായിരുന്നു. ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനെല്ലാം ഒരു ഫ്ലോപ്പായി പോയി. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു ട്യൂബ് പോലെ റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു വരണ്ട നിമിഷങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ. ഉടമ്പടി എടുത്ത ഉടനെ നിരാശപ്പെട്ട ദിവസങ്ങൾ. പക്ഷെങ്കിലും ഈ മകള് രഞ്ജിത സന്ദീപ് പറയുകയുണ്ടായി, കൂടുതൽ തീഷ്ണതയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റി എന്നാണ് പറഞ്ഞത്. ഇനിയും ഉടമ്പടിയിൽ ജീവിക്കും, ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തില്ല. പിന്നീട് വീണ്ടും മോള് വന്ന് ഉടമ്പടി പുതുക്കി. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിനെ ഉപരി ഹസ്ബൻഡിൻ്റെ വിശ്വാസം പോയി എന്നായിരുന്നു ഈ മകളുടെ സങ്കടം. പിന്നീട് പുതുക്കിയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ മകളൊരു നിയോഗം എഴുതിയത്. പിന്നെ എഴുതിയത് പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ തീക്ഷ്ണമായി പ്രവർത്തിക്കാനും ആ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനുമാണ്. ഒരു ആത്മധൈര്യത്തിന് വേണ്ടിയിട്ടും ഒരു വിശ്വാസ ജീവിതത്തിന്, ഒരു ആത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ടുമാണ് ഈ മകൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പിന്നീട് ഈ മകൾ തന്നെ പറഞ്ഞു, ആദ്യത്തെ ഉടമ്പടിയിൽ ചെയ്യാത്തത് പിന്നീട് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് കൂടുതൽ തീഷ്ണതയോടുകൂടി ആദ്യം ചെയ്യാത്തത് കൊണ്ട് കൂടുതൽ ചെയ്തു. പിന്നീട് ലൈറ്റിൽ കാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. പിന്നീട് സഹോദരൻ്റെ കുട്ടിക്ക് ലഭിച്ചപ്പോഴും ഇവർ പ്രാർത്ഥിച്ചു. അവർ സന്തോഷമായിരുന്നു. പിന്നീട് മാതാവിൻ്റെ ഒരു ദർശനം കിട്ടുകയാണ് ഈ മകൾക്ക്. വെള്ളപ്പൊക്കത്തിൽ പോകുമ്പോൾ അമ്മ രക്ഷിക്കുന്നേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ദർശനം. ഈ മക്കളുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും ഇവിടെ കൂടെ ഉള്ളതുകൊണ്ട് ആ സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മക്കളെ പേടിക്കണ്ട, നിങ്ങളിപ്പോൾ വെള്ളപ്പൊക്കത്തിലായിരിക്കാം, എൻ്റെ കരങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഞാൻ എപ്പോഴും നിങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണ്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് കൂടെ ഉള്ളത് എന്നാണ് ഈ ദർശനത്തിലൂടെ ഈ മകൾക്ക് ലഭിച്ചത് അനുഗ്രഹം. പിന്നീട് ഒരു നല്ലൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കുകയായിരുന്നു ദൈവം. ഈശോയും അമ്മയും കഴിഞ്ഞ് നൽകിയ ഒരു അനുഗ്രഹമാണ് ഈ മകള്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴും പോസിറ്റീവാണെന്ന് പറഞ്ഞപ്പോഴും കൺസീവായെന്ന് പറഞ്ഞപ്പോഴും വീണ്ടും ഹസ്ബൻഡിനെ വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നീടാണ് ഈശോയുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഈ മകൻ്റെ ജീവിതത്തിൽ മനസ്സിലായത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജെർമയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വരണ്ട മരുഭൂമിയിൽ നിന്ന് ജലസ്രോതസ്സുകളുടെ അരികിലേക്കാണ്, ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്നിടത്തേക്കാണ് ഈശോയും അമ്മയും ഇവരെ നയിച്ച് അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ നൽകിയത്. പിന്നീട് ഒരു സ്ഥലത്തിൻ്റെ പർച്ചേസായിരുന്നു. അതും ഡിസംബർ 7-ാം തീയതി. അതും ഒരു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത് ഇവരെ ഏത് സ്ഥലമാണ്. അതവർ ചെന്ന് കണ്ടപ്പോഴൊക്കെ കൺഫേമായി. അമ്മ കാണിച്ചു തന്ന ആ സ്വപ്ന സ്ഥലം തന്നെയാണ് ഇവർ പോയി മേടിക്കാൻ പോകുന്നതെന്ന്. ഇതെല്ലാമാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി മക്കൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം വിശ്വാസം തകർന്നെന്ന് പോകുമ്പോഴും നമ്മുടെ വിശ്വാസം കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെ ഇടറാതെ, നമ്മുടെ കാലിടറാതെ, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവം. ഉടമ്പടി എടുത്ത ഉടനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായാലും പക്ഷെങ്കിൽ ഉടമ്പടി തീഷ്ണമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് രണ്ടാമത്തെ പുതുക്കൽ ആണ്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളാണ് ഈശോയും അമ്മയും കഴിഞ്ഞൊരുങ്ങിയ അനുഗ്രഹങ്ങൾ. ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് വരുന്നവർ സന്തോഷത്തോടെ മടങ്ങുകയുള്ളൂ. കണ്ണുനീര് കൊണ്ടാണ് വരുന്നത്. കാരണം അമ്മ മാതാവ്
എല്ലാവരെയും ഈശോയിലേക്ക് നയിക്കുകയാണ് ഉടമ്പടിയിലൂടെ. അതുകൊണ്ടാണ് അവരുടെ കണ്ണുനീർ തുടച്ച് ദുഃഖത്തിൽ നിന്ന് ക്ലേശത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിലും ആത്മീയമായ വരൾച്ചയിൽ ദൈവകൃപയിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വഴിതെറ്റിവരെ അമ്മ തിരികെ നയിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. നമ്മുടെ കണ്ണുനീർ പ്രാർത്ഥനയായി ദൈവത്തിന് മുൻപിൽ മാറുമ്പോൾ അമ്മ അത് കൃപയാക്കി മാറ്റും. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.